Hi everyone and welcome to a new video. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം ഇത് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമുക്ക് ഹെഡിങ്ങിൽ തന്നെ കാണാം നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കണ്ടന്റ്. നമ്മൾ ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വരുന്ന ഒരു എക്സാം ആണ് കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ്, ക്യുസെറ്റ് CUCET. അത് തന്നെ അല്ലേ? അപ്പൊ NTA ആണ് ലാസ്റ്റ് ഇയർ CUCET നടത്തിയിട്ടുള്ളത്. അപ്പോൾ CUCETയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2022 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. അതേപോലെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റീനെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേ, ഇന്ന് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ എക്സാമിനേഷനെ പറ്റി നോക്കാം. PG എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് ഇൻ ദ സെൻസ് +2കാർക്കും കുറച്ച് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് മെയിൻലി ദിസ് ഇസ് ഫോർ PG. ഓക്കെ, PG, PhD ആൻഡ് ഓൾസോ ഫ്യൂ UG കോഴ്സസ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ +2കാരും ശ്രദ്ധിക്കുക, അതേപോലെ ഡിഗ്രി ഫൈനൽ ഇയേഴ്സും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സാം എങ്ങനെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്തുകൊണ്ട് നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് സ്റ്റഡിങ് ഇൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അത് എല്ലാവരും ചോദിക്കും, എന്തപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പോരെ? യൂണിവേഴ്സിറ്റി അല്ല, വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജ്. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയാലും കുഴപ്പമില്ല, വീടിൻ്റെ അടുത്താണല്ലോ, അവിടെ ആ കോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പഠിച്ചാൽ പോരെ? ബട്ട് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പം നമ്മളൊരു കോളേജിൽ പഠിക്കുമ്പം, ഒരു എയ്ഡഡ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ്, എനിവേ കോളേജിൽ പഠിക്കുന്നതും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഡിഗ്രി മോസ്റ്റ്ലി യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല, കോളേജസിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ PG നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ എത്രത്തോളം വലുതാണെന്ന്. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബാക്കി ട്യൂൺ ചെയ്യുക. അതായത് മോസ്റ്റ് ഓഫ് യു PG കഴിഞ്ഞിട്ട് ഓക്കെ PG വരെ പഠിക്കാം അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയിലാവും PGക്ക് പോകുന്നത്. പക്ഷെ വൺസ് യു റീച്ച് ദെയർ നിങ്ങളുടെ മെൻറ്റാലിറ്റി തന്നെ മാറും. കാരണം അവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും യൂണിവേഴ്സിറ്റീസിൽ, എസ്പെഷ്യലി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഒട്ടും മോശമല്ല. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞുതരാം. എനിവേ ദിസ് ഇസ് ഫോർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, ഫെസിലിറ്റീസ് ആവട്ടെ, നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും, സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും PG പഠിക്കുമ്പം. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിസർച്ച് എക്സ്പീരിയൻസസ് ഉണ്ടാവും, കാരണം അവിടെ PhD ചെയ്യുന്ന റിസർച്ച് ലാബ്സ് ഒക്കെ ഉണ്ടാവും, അതിന് നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഉണ്ടാവും. പിന്നെ ഹ്യൂജ് ലൈബ്രറീസ് ഉണ്ടാവും, പിന്നെ ഒരുപാട് ഓൺലൈൻ റിസോഴ്സസും മറ്റു കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫണ്ടിങ്ങിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റിയിൽ എന്താവശ്യം നിങ്ങൾ പറഞ്ഞാലും അതിനുള്ള ഫണ്ട് ഹ്യൂജ് എമൗണ്ടിൽ റേസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റീസിൽ പറ്റും. പക്ഷെ നമ്മളെ കോളേജിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി വേണമെങ്കിൽ എത്ര പേപ്പർ വർക്ക്സും എത്ര അതിൻ്റെ പിന്നാലെ ഓടണം എന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും മോസ്റ്റ്ലി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളും ഇങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം ഈ വിഷയങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസസ്. എനിവേ നിങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആൻഡ് യു വിൽ ജസ്റ്റ് എൻജോയ് ദീസ് 2 years. നിങ്ങൾ PG പഠിക്കുന്ന 2 വർഷം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 ഗോൾഡൻ ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ് ആയിരിക്കും. ഓക്കെ, ഐ അഷ്യൂർ യു ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ഈ എക്സാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അല്ലെ ക്യുസെറ്റ് CUCET, ഈ എക്സാം ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ CUCET ഒരു MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. നിങ്ങളുടെ UG സിലബസ് തന്നെയാണ് വരുന്നത്. ഓരോ സബ്ജക്റ്റിനും അത് ഡിഫറെൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ പ്രോസ്പെക്ടസും കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ലാസ്റ്റ് ഇയർ 2021 CUCET എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് 2021 CUCET PG എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്.
എക്സാമിനേഷൻ അപ്ലിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റിലാണ്. പക്ഷേ ഇപ്രാവശ്യം ഓഗസ്റ്റിലായിരിക്കണം എന്നില്ല, കുറച്ചുകൂടി നേരത്തെ വിളിക്കും. കാരണം ലാസ്റ്റ് ടൈം കുറേ അധികം എന്താ പറയുക, ഇതാര് നടത്തും, എങ്ങനെ നടത്തും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് CUCET എക്സാംസ് ഒക്കെ നടന്നിട്ടുള്ളത്, അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം വിളിക്കണ്ടായി, പിന്നെ ക്യാൻസൽ ചെയ്യണ്ടായി, അങ്ങനെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു. ഇനി മുതൽ CUCET NTA ആണ് നടത്തുന്നത് എന്നുള്ള ഒരു സ്ട്രിക്റ്റ് റൂൾ അവിടെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഡിഫറെൻ്റ് ആയിരുന്നു. എനിവേ സോ ഓഗസ്റ്റിലാണ് ലാസ്റ്റ് ഇയർ വിളിച്ചിട്ടുള്ളത്. വെബ്സൈറ്റ് cucet.nta.nic.in. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇനി എക്സാമിനേഷൻ ഫീ വരുന്നത്, എക്സാമിന് അപ്ലൈ ചെയ്യാൻ ജനറൽ കാൻഡിഡേറ്റ്സിന്, OBC EWS കാൻഡിഡേറ്റ്സിന് 800 rupees ആണ് ഒരു സബ്ജക്റ്റ് എക്സാം എഴുതാനായിട്ട് വരുന്നത്. SC ST ട്രാൻസ്ജെൻഡർ അപ്ലിക്കൻസിന് 350 rupees ആണ്. അതുപോലെ PWD അപ്ലിക്കൻസിന് എക്സാമിനേഷൻ ഫീ ഇല്ല. ഇനി നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഒരു പേപ്പറും കൂടി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ 200 rupees എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റ് പേപ്പറും കൂടി അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ ജനറൽ ഇറ്റ് ഈസ് 200, ഫോർ SC ST ട്രാൻസ്ജെൻഡർ എക്സെട്ര ഇറ്റ് ഈസ് 75 rupees. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. MCQ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. യു ഹാവ് ടു ചൂസ് എമംഗ് ദം. MCQ ആയിട്ടാണ് വരുന്നത്. 2 hour ആണ് എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ വരുന്നത്, 120 minutes. അപ്പോൾ 2 hourലാണ് നിങ്ങൾ ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ സിലബസ് മോസ്റ്റ്ലി നിങ്ങളുടെ ഡിഗ്രി സിലബസ് ആണ്. ഓരോ സബ്ജക്റ്റിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി സിലബസ് ആണ് ഇതിന് ചോദിക്കുക. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടി ലെവൽ അത്ര അധികമൊന്നുമല്ല, ക്വൈറ്റ് നോർമൽ ഒരു സിമ്പിൾ എക്സാം തന്നെയാണ്. പിന്നെന്താണ് 2 ഷിഫ്റ്റൊക്കെ ആയിട്ട് നടക്കുന്നത് ഇതൊക്കെ. ആൻഡ് ഓൾ അതർ ഡീറ്റെയിൽസ്, ഡേറ്റും കാര്യങ്ങളൊക്കെ 2022 എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, ഡീറ്റെയിൽസ് ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ബേസിക്കലി യു ഹാവ് ടു ക്ലിയർ CUCET. ഓക്കെ, ഇത് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. CUCETയുടെ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം 11-12 യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ചാണ് നടത്തിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഈ ഒരു സിംഗിൾ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഈ 12 യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അതിന് ശേഷം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മൾ ആ ടൈം എത്തുമ്പം വീഡിയോ ആയിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പം നിങ്ങളിപ്പോൾ കേരളയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ CUCET എക്സാം ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുക. ഫീസ് ഒന്നുമില്ല, എക്സ്ട്രാ ഫീ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു അപ്ലിക്കൻ്റ് ആയിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വലിയ ഇൻ്റർവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ് നടത്തും ആൻഡ് യു വിൽ ബി പ്ലേസ്ഡ് ദെയർ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ആണ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും വരുന്നത്. പിന്നെ പല യൂണിവേഴ്സിറ്റിയും ഇതിൽ CUCETയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇയർ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നത് കുറച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും എക്സാമിനേഷൻ സിറ്റീസ് ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാം. എനിവേ കാലിക്കറ്റ് ഒരു സിറ്റിയാണ്. ട്രിവാൻഡ്രം, എറണാകുളം അങ്ങനെ ഒരുപാട് സിറ്റീസൊക്കെ അവൈലബിൾ ആണ്. എങ്കിൽ പോലും കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ കമൻറ്റിന് റിപ്ലൈ ആയിട്ടൊക്കെ പറഞ്ഞുതരാം. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ. ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലൊക്കെ ഡൗട്ട് ചോദിക്കാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ CUCET എക്സാംസ് വിളിക്കാനായി എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാംസിൻ്റെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്ലിക്കേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ എക്സാം കഴിയുന്നൊരു ടൈമിലൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ എക്സാം വരിക. എനിവേ
ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. സോ താങ്ക് യു ഓൾ.